എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. ഞാനും സുഖമായിട്ടിരിക്കുന്നു. പിന്നെന്താണ്, വെയിലൊക്കെയാണ്, നല്ല വെയിലാണ്, ഭയങ്കര ചൂടാണ്. അതൊക്കെയല്ലേ വിശേഷം. സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എനിക്ക് കണ്ണിന് നല്ല പ്രശ്നമാണ്. കണ്ണ് ഡോക്ടറെ കാണിച്ചാണ്. ആദ്യം പ്രശ്നം ഈ കണ്ണിനായിരുന്നു. എന്ന് വെച്ചാൽ കണ്ണ് ചൊറിച്ചിലാണ്. ചൊറിച്ചിൽ വന്നിട്ട് എന്താ പറയുക, ചൊറിച്ചിൽ വന്നിട്ട് കരട് കിടക്കുന്ന പോലെയാണ്. പക്ഷെ അതിൽ നിന്ന് ഇപ്പം മാറിയിട്ട് ഈ കണ്ണിലോട്ടാണ്. ഈ കണ്ണിനൊരു വേദനയും ഉണ്ട്. പിന്നെ ഈ കണ്ണ് നല്ല പോളയെല്ലാം നന്നായിട്ട് കറുത്തിട്ട് അങ്ങായി. ചൊറിഞ്ഞിട്ടാണോ എന്നറിഞ്ഞില്ല, അന്നോട്ട് കറുത്തു വന്നു. പോളയൊക്കെ കണ്ണൊക്കെ എൻ്റെ ഇവിടെയെല്ലാം കറുത്തു. ചൊറിച്ചിൽ കൊണ്ടാണോ എന്നറിയത്തില്ല. എന്തായാലും ഇനി അവിടുത്തെ അഹല്യയിലാണ് പോയത്. പക്ഷെ അഹല്യയിൽ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നണില്ല. എനിക്ക് വെച്ചാൽ കുറയുന്നില്ല അത്. അപ്പോൾ ഇനി എവിടെയെങ്കിലും പോയിട്ട് വേറെ ഡോക്ടറെ കാണിക്കണം. അപ്പോൾ എന്താ പറയുക, അപ്പം ലീവിന് ഈ മാസം ലാസ്റ്റ് ലീവിന് ഇറങ്ങുമ്പോഴേ കാണിക്കാൻ പറ്റുള്ളൂ. അതുവരെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. ചൊറിച്ചിന് തന്നെയല്ല, വേദനയുണ്ട് ചെറുതായിട്ട്. അവർ മരുന്നൊഴിക്കാൻ തുടങ്ങിയതിനൊക്കെയാണ് വേദന വന്നത്. മറ്റേ ചൊറിച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല. ഇങ്ങനെ അങ്ങ് കടിച്ചു പിടിച്ച് പോകണം ഒരു കുറച്ച് ദിവസം കൂടെ. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? അയ്യോ, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കാര്യം പറയാനായി, 2-3 കാര്യങ്ങൾ പറയാനായിട്ടാണ്. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, പെട്ടെന്ന് പറയാം. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഒരു 2-3 സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചു. അത് 2 വാങ്ങിച്ചത് പിന്നെ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ്, ചെറുതല്ല, സാമാന്യം ഇച്ചിരി വലിപ്പമൊക്കെ ഉള്ള, അത് തന്നെ വലിപ്പം എന്ന് പറഞ്ഞാൽ കടയുടെ വലിപ്പമല്ല, എന്നാലും സാധനങ്ങളൊക്കെ നിറച്ചുള്ളൊരു കട തന്നെയാണ്. അപ്പോൾ 2 സാധനം ഞാൻ അവിടുന്ന് വാങ്ങിച്ചു. അപ്പോൾ അത് രണ്ടും നമുക്ക് പറ്റീരാണ്. ഒന്ന് കടക്കാർ തന്നെ നമ്മളെ പറ്റിച്ചതാണ്. ഒന്ന് പിന്നെ കടക്കാർക്ക് അറിയത്തില്ലായിരിക്കും അത് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അവർക്കും അറിയത്തില്ലായിരിക്കണം. ഒരു സാധനം പാക്ക് ചെയ്ത് വന്ന് അവർ കമ്പനി നടത്തുകയല്ലല്ലോ, അവർ കടക്കാർ, അവർ എടുത്തോണ്ട് വെക്കണ സാധനമല്ലേ കമ്പനിക്കാർ കൊണ്ട് കൊടുക്കുന്നത്, ഇവർ കടയിൽ എടുത്ത് വെക്കണം, അങ്ങനെയല്ലേ ഉള്ളൂ. അല്ലാതെ അവർക്കറിയത്തില്ലല്ലോ. പക്ഷെ വേറൊരു സാധനം ആ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചത് ഇവർക്കറിയാം ആ സാധനം പന്നലാണെന്നുള്ളത്. പക്ഷേ ഡേറ്റ് അവർ പുതിയ ഡേറ്റാണ് അതിൽ വെച്ചിരുന്നത്. പക്ഷെ സാധനം ചീത്തയായിപ്പോയി. സാധനം ഞാൻ കൊണ്ടുവന്ന് പിറ്റേ ദിവസം നോക്കിയപ്പോൾ അത് ചീത്തയായ സാധനമായിരുന്നു. അപ്പം ഇവർ ഡേറ്റ് തിരുത്തി എഴുതുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവർ പുതിയ ഡേറ്റ്, പഴയ ഡേറ്റ് കളഞ്ഞിട്ട് പുതിയ ഡേറ്റ് എഴുതി ആ സാധനം വീണ്ടും വിൽക്കാൻ വെക്കൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതാവണം ആ സാധനം ചീത്തയായത്. അത് സാമാന്യം ഒരു 70 രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. അപ്പോൾ ഒന്ന് ഞാൻ പറയാം. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് ലീവിന് പോയായിരുന്നല്ലോ. അപ്പം ഞാൻ പോയപ്പം ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞ് എനിക്കിത് ഓടി ഒരു ദിവസത്തെ ലീവിന് പോയതാണ്. അപ്പോൾ എനിക്ക് കണ്ണ് കാണിക്കണം, അങ്ങനെയൊക്കെയാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പം ഞാൻ അവിടെ ഹോസ്റ്റലിലാണ് താമസിച്ചത്. അപ്പം ഞാൻ അവിടെ ഉച്ചയ്ക്ക് മാത്രം പുറത്തുനിന്ന് ആഹാരം കഴിച്ചു. വൈകിട്ട് ഞാൻ ഓർത്ത് എന്തെങ്കിലും ഫ്രൂട്ട്സോ പഴം എന്തെങ്കിലും വാങ്ങിച്ച് വെച്ചിട്ട് കഴിക്കുക. അപ്പോൾ രാവിലെ എനിക്ക് ജോലിക്ക് കയറണമല്ലോ. അപ്പോൾ ആ രാത്രിയിലത്തെ ഒരു ഇതല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ആ 1 കിലോ ഓറഞ്ചും 1 കിലോ ആപ്പിളും കൂടെ മേടിച്ചു. അപ്പം ഞാൻ 1 കിലോ ആപ്പിളാണ് ശരിക്കും ഞാൻ ചോദിച്ചത്. അപ്പോൾ ആപ്പിളിൻ്റെ വില 200 രൂപയ്ക്ക് മേളിലാണ് 1 കിലോയുടെ വില. അപ്പം ഞാൻ പറഞ്ഞു അത് അത്രയും വിലയുടെ 1 കിലോ വേണ്ട, 1/2 കിലോ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 1 കിലോ ചോദിച്ചെന്ന് വെച്ചാൽ ബാക്കിയുണ്ടെങ്കിൽ പിറ്റേ ദിവസം കൊണ്ടുവരാമല്ലോ, അതുകൊണ്ടാണ് 1 കിലോ ചോദിച്ചത്. അപ്പോൾ വില കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 1 കിലോ വേണ്ട, 1/2 കിലോ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 1/2 കിലോ ആപ്പിളും 1/2 കിലോ ഓറഞ്ചും കൂടെ മേടിച്ചിട്ട് ഞാൻ വന്നു. പിന്നെ ഒരു കുപ്പി വെള്ളവും കൂടെ മേടിച്ച് ഞാൻ പോയി. രാത്രി അതേലോ ഓരോന്ന് കഴിച്ച്, ആപ്പിളും ഓറഞ്ചും കൂടെ ഓരോന്ന് കഴിച്ച് കുറച്ച് വെള്ളം, പിന്നെ ഏതാണ്ട് ഒരു കപ്പലിന് മിഠായി എന്തെങ്കിലും ഉണ്ടായിരുന്നു, അതുകൂടെ കഴിച്ചിട്ട് കിടക്കാം എന്ന് വിചാരിച്ച് വലിയ കാര്യത്തിൽ ആപ്പിളൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ബാഗിനകത്ത് കുഞ്ഞൊരു പിച്ചാത്തി ഉണ്ട്. അപ്പം ഞാൻ
അതൊക്കെ വാങ്ങിച്ച് ഞാൻ എപ്പോഴും എവിടെ പോയാലും ഈ പിച്ചാത്തി ഞാൻ എൻ്റെ ബാഗിനകത്ത് ഇട്ടേക്കും. എന്ന് വെച്ചാൽ ഇതുപോലെ വല്ലയിടത്തും നമ്മൾക്ക് താമസിക്കുമ്പോഴൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പഴമോ അല്ലെങ്കിൽ ഒരു ആപ്പിളോ ഒരു മാങ്ങയോ ഒക്കെ വാങ്ങിച്ച് ചെത്തി കഴിക്കാമല്ലോ. നമുക്ക് വേറെ ആരുടെയും സഹായത്തിന് പോകണ്ടല്ലോ, പിച്ചാത്തിക്കൊന്നും പോകണ്ട. അപ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ ബാഗിനകത്ത് ഇത് പൊതിഞ്ഞിട്ടേക്കും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അത് കഴിക്കാമെന്ന് പറഞ്ഞ് എടുത്ത് ആപ്പിള് ചെത്തിയപ്പോഴേ ഇങ്ങനെ ഇല്ല കുരുട് പിടിച്ച ഇതില്ലേ, ചൊറി പിടിച്ച പോലെ ഉള്ളിൽ കുറേ സ്ഥലം ഇങ്ങനെ ചൊക്കിച്ചിരിക്കുവാണ്. ചൊക്കിച്ചിരുന്നിട്ട് അവിടെ അത്രയും ഭാഗം കളറ് മുറിച്ച്. അപ്പം ഞാൻ അത് മുറിച്ചപ്പോഴത്തേനും അത് കൊള്ളത്തില്ല, അത് കഴിക്കാനേ കൊള്ളത്തില്ല. അപ്പം ഞാൻ ഇത് ഓറഞ്ച് എടുത്ത് പൊളിച്ചപ്പോഴത്തേന് പുളിച്ചിട്ട് അതും വയ്യ. പുളി മാത്രമല്ല, അത് കേടായ ആപ്പിളായിരുന്നു. അപ്പം ഈ ഓറഞ്ചും ചീത്തയായി, ഈ ആപ്പിളും ചീത്തയായി. അപ്പം എനിക്ക് അന്ന് കഴിക്കാൻ പറ്റിയില്ല. അപ്പം രാത്രി പിന്നെ നമ്മൾ വേറെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ അങ്ങനെ കിടന്നു. അപ്പം ഞാൻ പറയാൻ വന്ന് വേറൊന്നുമില്ല. പക്ഷേ എനിക്ക് ആ കട, ഞാൻ അവിടുന്ന് രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. ആ കട തൊട്ടടുത്തല്ല, ഇച്ചിരി അങ്ങോട്ട് മാറിയാണ് ആ കട. ഹോസ്റ്റലിൻ്റെ അവിടുന്ന് കുറച്ച് മാറിയാണ് ആ കട. പിന്നെ എനിക്ക് രാവിലെ, എന്നിട്ട് ഞാൻ ആ കടക്കാരനോട് പറഞ്ഞു, ഇത് കൊള്ളില്ലെങ്കിൽ ഞാൻ തിരിച്ച് കൊണ്ടുവരുമേ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് കൊടുക്കാനോ എനിക്കവിടെ പോകാനോ പറ്റിയില്ല. രാവിലെ ഇവിടെ വിളിച്ചു. അപ്പോൾ രാവിലെ കട തുറക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. അല്ലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതവിടെ കൊടുത്ത് ഞാൻ കാര്യം പറഞ്ഞേനെ. ഈ പൈസയുടെ അല്ല, കാര്യം പറഞ്ഞേനെ. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസയാണ് അല്ലേ. ഞാനും നിങ്ങളും നമ്മളെപ്പോലെ സാധാരണപ്പെട്ട ആൾക്കാർ നന്നായിട്ട്, സാധാരണയല്ല ആരായാലും കഷ്ടപ്പെട്ട് തന്നെ കാശുണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആ സാധനം കളയാനല്ല വാങ്ങിച്ചിടുകയൊക്കെ, ഞാൻ കഴിക്കാനാണ്. അപ്പോൾ ഈ ബിസിനസ്സുകാരൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരാളൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അവർക്ക് കഴിക്കാനാണ്, അല്ല കളയാനല്ല അവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഈ കളയാൻ വെച്ചേക്കണ സാധനങ്ങളെടുത്ത് വിൽക്കും. കളയാൻ വെച്ചേക്കണത് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിക്കണം. അതിനാണ് പറയണ പറ്റീരെന്ന്. അവർ ഏറ്റവും കുറഞ്ഞ സാധനങ്ങൾ വലിയ വിപണിയിലൊക്കെ പോയിട്ട് ഏറ്റവും വില കുറഞ്ഞ പന്നൽ തിരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനമാണ് ഈ ചെറിയ ബിസിനസ്സുകാരെ എടുത്തുകൊണ്ട് വന്ന് വിൽക്കുന്നത്. അതിൽ അവർക്ക് തന്നെ നഷ്ടം. ഇപ്പം എനിക്കൊരു അനുഭവം ഉള്ളതുകൊണ്ട് ഇനി ആ കടയിൽ ഞാൻ പോയി വാങ്ങിക്കത്തില്ല. ഇതുപോലെയാണ് അവിടുന്ന് സാധനം വാങ്ങിച്ചോണ്ട് പോണ ഏതൊരു വ്യക്തികളായാലും അത് തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ഇനി അവിടെ പോകത്തില്ല. അപ്പോൾ വേറൊരു വ്യക്തി വന്ന് വാങ്ങിച്ചപ്പോൾ അവർക്കും സെയിം അനുഭവം ഉണ്ട്, അവരും അവിടെ പോകത്തില്ല അല്ലേ. ആ കടയിൽ സാധനം കൊള്ളൂല. അപ്പം നമുക്ക് വേറെ കടയിൽ പോയി വാങ്ങിക്കാം. അപ്പോൾ ആ ബിസിനസ് ചെയ്യണ ആർക്കാണ് നഷ്ടം? ആ ബിസിനസ് ചെയ്യണ ആ കടയുടെ ഉടമയ്ക്കാണ് നഷ്ടം. പന്ന സാധനങ്ങളെടുത്ത് ലാഭത്തിന് കൊടുക്കുക, നല്ല കൊള്ള വിലയ്ക്ക്. നല്ല സാധനം, നല്ല ക്വാളിറ്റി ഉള്ള സാധനത്തിൻ്റെ വിലയാണ് ഈ തിരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പന്ന സാധനത്തിന് നമ്മളെ നിന്ന് മേടിക്കുന്നത്. കാശ് തന്നെ ആരുണ്ടാക്കിയാലും കാശ് കഷ്ടപ്പെട്ടുണ്ടാക്കണേ, പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ള പാവങ്ങളൊക്കെ അല്ലേ. ഞാനായാലും ശരി, വേറൊരാളായാലും ശരി, നമ്മളെപ്പോലെ ഒരു കഷ്ടപ്പെട്ടുണ്ടാക്കണ കാശ് കൊണ്ട് ഇവർ നമ്മളെ ഈ ഒരുമാതിരി പറ്റിക്കുന്ന പരിപാടിയുണ്ടല്ലോ, അത് എങ്ങനെ ശരിയാവും? ഇവരൊന്ന് ചിന്തിക്കണം. ഈ പറ്റിച്ചു കൊണ്ടുപോകുന്നത് ഇവരുടെ വീട്ടിൽ ഇവരുടെ മക്കൾക്കോ അത് ദീർഘനാൾ നിൽക്കുന്ന കാര്യമാണോ? അത് അവർക്ക് ആ പറ്റിച്ചു കൊണ്ടുപോയി മേടിക്കുന്ന സാധനം അവർക്കും അതൊരു മുതലില്ലാതെ പോകും. എന്ന് വെച്ചാൽ നമ്മുടെ മനപ്രയാ കൊണ്ട് ഞാനന്ന് ഒരുപാട് വിഷമിച്ചു. എന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് ആണ് ഞാൻ 10 പൈസ ഉണ്ടാക്കുന്നത്. രാത്രി ഉറക്കമില്ല, നേരെ ചൊവ്വേ ഉറക്കമില്ല. അതുപോലെ പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചാണ് നമ്മൾ 10 പൈസ ഉണ്ടാക്കുന്നത്. അതുപോലെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. അതുപോലെ എന്നെപ്പോലെ തന്നെ വേറെ എല്ലാ ആൾക്കാരും കഷ്ടപ്പെട്ട് തന്നെ എല്ലാവർക്കും അവരവരുടേതായ കഷ്ടപ്പാടുകളുണ്ട് ഓരോ തൊഴിലിനും. നമ്മൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് നമ്മൾ 10 പൈസ ഉണ്ടാക്കുന്നത്. അത് ഇങ്ങനെ ഒരുമാതിരി വെറുതെ നമ്മൾ പന്ന സാധനങ്ങൾ വാങ്ങിച്ച് കളയുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാവും ഇല്ലേ. അപ്പം
ഈ കച്ചവടക്കാർ ചിന്തിക്കുക, അത് നിങ്ങൾ കൊടുത്തോ, നിങ്ങൾ അത് വലിയ വലിയ ഹൈ ലെവൽ പാർട്ടികളൊക്കെ അവരൊന്നും ആ കടയിൽ പോകത്തില്ല. ഹൈ ലെവൽ പാർട്ടികളൊന്നും ഈ മാടക്കടയിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു കുഞ്ഞ് ഫ്രൂട്ട്സ് കടയിൽ നിന്നോ ഒന്നും വാങ്ങിക്കില്ല. അവരൊക്കെ വലിയ വലിയ സുമാളുകളിലും അവിടെ ഇവിടെയൊക്കെ അല്ലേ പോയി വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ അവരെ പറ്റിക്കാൻ പറ്റൂലല്ലോ. കാശുള്ളവരെ പറ്റിച്ച് നിങ്ങൾ വിട്ടാലും കുഴപ്പമില്ല, അവർക്ക് കാശുണ്ട്. നമുക്കോ, നമ്മൾ ആറ്റുനോറ്റിരുന്നാണ് സത്യം പറഞ്ഞാൽ ആറ്റുനോറ്റിരുന്നാണ് 1/2 കിലോ ഓറഞ്ചും 1/2 കിലോ ആപ്പിളും കൂടെ ഞാൻ വാങ്ങിച്ചത്. മാസങ്ങൾക്ക് ശേഷം തിന്നാൻ കൊതിയായിട്ടാണ് വാങ്ങിച്ചത്. നമ്മൾ അങ്ങനെ എല്ലാ മാസവും എല്ലാ സാധനങ്ങളും ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്ന നേരത്തെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാനും പറ്റൂല. നമുക്ക് അതിനൊട്ട് ഉള്ള കാശുമില്ല. എപ്പോഴും ഫ്രൂട്ട്സും അതും ഇതൊന്നും വാങ്ങിച്ച് തിന്നാനുള്ള ആസ്തിയൊന്നും നമുക്കില്ല. അപ്പം നമ്മളത് വല്ലപ്പോഴും വാങ്ങിച്ച് കഴിക്കുമ്പം ആ വാങ്ങിക്കുന്നത് കൂടി നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇന്നൊന്ന് ഓർത്ത് നോക്കി എന്തോ ഒരു വിഷമം ഉണ്ടാവുമെന്ന്. എനിക്ക് നല്ല വിഷമം തന്നെ ഉണ്ടായി. എന്നുവെച്ചാൽ ഞാൻ അത്രയ്ക്ക് ഉള്ളുരുകി നേരെ പ്രാഗി. ഞാൻ ആ രാത്രി എൻ്റെ ഒരു നേരത്തെ ആഹാരമാണ് ഞാനത് വാങ്ങിച്ചുകൊണ്ട് പോയത്. ഒരു നേരം എൻ്റെ ആഹാരമായിട്ടാണ് ഞാനത് വാങ്ങിച്ചുകൊണ്ട് പോയത്. അപ്പോൾ എനിക്കത് കഴിക്കാൻ പറ്റിയില്ല. എൻ്റെ കാശ് പോയി. അതാണ് കഴിക്കാൻ പറ്റാത്ത അങ്ങ് പോട്ടെ. എൻ്റെ കാശ് എത്ര രൂപ, 200 രൂപയ്ക്ക് മേളിലാണ് ഞാനത് രണ്ടും കൂടെ വാങ്ങിച്ചപ്പോൾ ആയത്. 1/2 കിലോ വെച്ചാണ് വാങ്ങിച്ചത്. അപ്പോൾ 1 കിലോയ്ക്കാണ് 200 മേളിൽ പറഞ്ഞത് ആപ്പിളിന്. നമുക്കങ്ങനെ വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ നിന്ന് അത്രയും പൈസയും പോയി, എനിക്കത് കഴിക്കാനും പറ്റിയില്ല. അപ്പം ഞാൻ പ്രാകത്തില്ലേ? അതുപോലെ എത്രയോ പേരെ പ്രാക്ക് കച്ചവടക്കാർക്ക് കിട്ടുന്നു അല്ലേ? ഈ പ്രാക്ക് കൊണ്ട് നിങ്ങൾ നേടുന്നതൊക്കെ നിങ്ങളെ കുടുംബങ്ങൾ രക്ഷപ്പെടുമോ? ഇല്ല, ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ഓരോ വ്യക്തികൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് 10 പൈസ ഉണ്ടാക്കി അവർ ഈ ഇപ്പോഴത്തെ കാലത്തെ കൊള്ള വിലയ്ക്ക് അവർ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നത്. അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ ഈ സാധനം ഉപയോഗശൂന്യമായാൽ എങ്ങനെ അത് നമുക്ക് ഉപകരിക്കും? എടുത്ത് കാട്ടിക്കളയാനാണോ നമ്മൾ പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കുന്നത്? വേസ്റ്റിൽ കൊണ്ട് കളയാനാണോ? എന്നിട്ട് അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വേറൊരു സാധനം വാങ്ങിച്ച് അതും അതേപോലെ ഞാൻ കൊണ്ടുവന്ന് ഞാൻ അന്ന് എടുത്തില്ല. അത് നമ്മൾ ഈ എന്താ പറയുക, വറുക്കുന്ന ഐറ്റംസാണ് അതൊന്ന്. അത് ഡേറ്റ് അന്ന് 1 ദിവസം മുന്നേ കണ്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അപ്പോൾ 2-3 ദിവസം കൊണ്ട് ഡേറ്റ് ഉണ്ട്. അതാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ അങ്ങനെ അല്ലെന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇവരെ ഡേറ്റ് എടുത്ത് കളഞ്ഞിട്ട് അവർ പുതിയ ഡേറ്റ് എഴുതി ഒട്ടിച്ചാണ് വീണ്ടും വിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് അത് പോട്ടെ, ആ സാധനവും പോയി. എന്നിട്ട് വേറൊരു സാധനം വാങ്ങിച്ചു. മറ്റേ സാധനത്തിൻ്റെ പേര് ഞാൻ പറയണില്ല. പിന്നെ വേറൊരു സാധനം വാങ്ങിച്ചു. അത് ഈ ചോളപ്പൊടിയാണ് വാങ്ങിച്ചത്. ചോളപ്പൊടി. അപ്പം എനിക്ക് ചോളപ്പൊടി ഭയങ്കര ഇഷ്ടമാണ്. അതിൽ പുട്ടും ഉപ്പുമാവും ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ 3-4 ദിവസത്തിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി. സാമാന്യം തെറ്റില്ലാത്തൊരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. അപ്പം ഞാനത് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ച് 1 കിലോയുടെ അല്ല 1/2 കിലോയുടെയാണ് വാങ്ങിച്ചത്. 1/2 കിലോയ്ക്ക് എത്ര രൂപയാണെന്നറിയാമോ? 75 രൂപയാണ് 1/2 കിലോ ചോളപ്പൊടിക്ക്. 75 രൂപ കൊടുത്ത് അത് തിന്നാനുള്ള, അത് കഴിക്കാനുള്ള ആഗ്രഹത്തിലും ഇഷ്ടമാണ് എനിക്കത്. ചോളത്തിൻ്റെ പുട്ടും ഉപ്പുമാവും ഒക്കെ പണ്ടൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കിപ്പോഴും അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അല്ലാതെ കൊള്ള വില കൊടുത്ത് 1/2 കിലോയ്ക്ക് 75 രൂപ കൊടുത്തൊന്ന് വാങ്ങിച്ച് തിന്നാനുള്ള എപ്പോഴും വാങ്ങിച്ച് തിന്നാനുള്ള ആസ്തിയോ അതൊന്നും നമുക്കില്ല. അപ്പം നമ്മൾ വല്ലപ്പോഴുമാണ് ഒന്ന് ആഗ്രഹിച്ച് വാങ്ങിക്കുന്നത്. അപ്പം അതുപോലെ നമുക്കിപ്പോൾ കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആദ്യം അത് കൊണ്ടുവന്ന് പുട്ട് പുഴുങ്ങി. അപ്പം ഞാൻ ഓർത്ത് പുട്ട് പുഴുങ്ങിയപ്പോഴത്തേന് ഞാൻ അതിൽ ഇച്ചിരി വേറെ പൊടികളെല്ലാം കൂടെ ഇച്ചിരി റാഗി പൊടിയിട്ട്, ഇച്ചിരി ഓട്സ് പൊടിയിട്ട്, ഇച്ചിരി ഗോതമ്പ് പൊടിയിട്ട്, പിന്നെ കുറച്ച് ഈ ചോളപ്പൊടിയും കൂടെ ഇട്ട്, കുറച്ച് ചോളപ്പൊടിയും കൂടെ ഇട്ട്. അപ്പം ഈ 4 എണ്ണവും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ നനച്ച് പുട്ടുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എന്നിട്ട് എനിക്കൊരു ഒരു പുട്ട് കഴിച്ചപ്പോൾ എന്തോ ഒരു പോലെ ഉണ്ടായിരുന്നു. ചോളത്തിൻ്റെ ആയിട്ടുള്ള ഒരു മണവും അങ്ങനെ ഒന്ന് ഇച്ചിരി ഇട്ടുള്ളെങ്കിൽ ആ ഒരു മണമൊക്കെ വരണമല്ലോ. അപ്പോൾ വന്നില്ല. അപ്പം ഞാൻ ഓർത്ത് ഇതെല്ലാം കൂടെ ഇട്ടത് കൊണ്ടായിരിക്കും ആ മണം വരാത്തതെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം ഞാനത് ഉപ്പുമാവ് ഉണ്ടാക്കി ഞാൻ കഴിക്കാനായിട്ട് ആദ്യം ഇച്ചിരി എടുത്ത് വായിൽ വെച്ചപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഇത് ചോളമല്ല എന്നുള്ളത് മനസ്സിലായത്. അരി പൊടിച്ചിട്ട് കളറ് പിടിപ്പിച്ച് മഞ്ഞ കളറാക്കി പാക്കറ്റിലാക്കി കൊണ്ടുവച്ചിരിക്കുന്നതാണ്.
അരി അരി ഈ അത് പച്ചരിയും അല്ല, ഈ റേഷൻ കടയിലെയൊക്കെ ഈ വെള്ള അരി ഉണ്ടല്ലോ, വെള്ള അരി, ആ അരിയാണ്. പച്ചരിക്കുള്ള ടേസ്റ്റും അല്ല. അപ്പം ആ അരി അരി ഏതരി ആവട്ടെ, അരി പൊടിപ്പിച്ച് അതാണ് പാക്കറ്റിൽ കളർ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്നത്. അരിപ്പൊടിയാണ് ചോളപ്പൊടി എന്ന് പറഞ്ഞ് 75 രൂപയ്ക്ക് വിൽക്കുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. എന്നിട്ട് അതിന് ഒരു ടേസ്റ്റും ഇല്ല. എനിക്കത് വായി വെച്ചപ്പോഴേ തോന്നി. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇതുപോലെയാണ്, ഇതാണ്ട് കണ്ടോ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ട് നോക്കുക, അപ്പം നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ ഒരു പിടി എടുത്ത് വെള്ളത്തിൽ ഇട്ട്, പിന്നെ ചൂടുവെള്ളത്തിൽ ഇട്ടാൽ പെട്ടെന്ന് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ ചൂടുവെള്ളത്തിൽ ഒന്നും ഇടാൻ പോയില്ല, ഞാൻ തനി പച്ചവെള്ളത്തിൽ തന്നെ ഇട്ട്. ഏത് വെള്ളമായാലും നമുക്കറിയാമല്ലോ. അപ്പം കളർ മാറുമ്പോൾ നമുക്കറിയാമെന്ന് പറഞ്ഞു. ചോളപ്പൊടിയാണെങ്കിൽ കളർ മാറത്തില്ല, അരിപ്പൊടിയാണെങ്കിൽ കളർ മാറുമെന്ന്. കറക്റ്റ് പച്ചവെള്ളത്തിൽ അത് ഇട്ടപ്പോഴത്തേന് പച്ചരി വെള്ളയാണല്ലോ, വെള്ള കളർ. നമ്മുടെ പുട്ടുപൊടി എങ്ങനെ ഇരിക്കും, പുട്ടിന് പൊടി നനച്ച് വെക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, അത് ലാസ്റ്റിൽ നമ്മളിങ്ങനെ ലാസ്റ്റിൽ ആ വെള്ളമെല്ലാം കളഞ്ഞിട്ട് അടിയിൽ അരി തെളിഞ്ഞ് കിടപ്പുണ്ട്, അരിപ്പൊടി അടിയിൽ തെളിഞ്ഞ് കിടപ്പുണ്ട്. ഈ ചോളത്തിൻ്റെ ഒരു ചെറിയ ഒരു അംശം മാത്രമേ അതിലുള്ളൂ, ചോളത്തിൻ്റെ ചെറിയ ഒരു അംശം. അത് അവിടെ എവിടെ മഞ്ഞ കളറിൽ പൊങ്ങിക്കിടപ്പുണ്ട് ചോളത്തിൻ്റെത്. അത് രണ്ട് സെപ്പറേറ്റായിട്ട് നമുക്ക് നന്നായിട്ട് കാണാം. ഞാൻ നേരത്തെ എനിക്ക് ബുദ്ധി തോന്നിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമായിരുന്നു. അത് നമുക്ക് അതിൻ്റെ മാറ്റം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാമായിരുന്നു. അത് ആ കമ്പനി എന്ന് പറഞ്ഞാൽ, ഈ ചോളത്തിൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഞാൻ ആ കമ്പനിയുടെ പേര് പറയുന്നില്ല. ഇനി നമ്മൾ പേര് പറഞ്ഞിട്ട് ഇനി ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. നമ്മുടെ മഞ്ജു ചേച്ചിയൊക്കെ പരസ്യം ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ്, അങ്ങനെ പറയാം. മഞ്ജു ചേച്ചിയൊക്കെ പരസ്യം ചെയ്യുന്ന ഒരു കമ്പനിയുടെ തന്നെയാണ്. ആ കമ്പനിയുടേതാണ് ഞാൻ വാങ്ങിച്ച ഈ ചോളപ്പൊടി. 75 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ബാക്കി ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഉള്ളവരെ പറ്റിക്കും, നമ്മളില്ലാത്ത പാവങ്ങളെയൊക്കെ എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത്? അപ്പം കടക്കാർക്ക് ഇതിലൊന്നുമില്ല. കടക്കാർ അവർ പാക്കറ്റിൽ വരുന്ന സാധനം അവർ എടുത്തു വെച്ച് വിൽക്കുന്നു എന്നേ ഉള്ളൂ. അവർക്ക് അതിനകത്തുള്ളിൽ കയറി നോക്കാൻ പറ്റില്ല. പക്ഷേ ഇതുണ്ടാക്കുന്ന കമ്പനിക്കാരുണ്ടല്ലോ, ഈ പൊടിക്കുകയും പാക്ക് ചെയ്യുകയും ഈ നിറങ്ങളൊക്കെ ചേർക്കണ കമ്പനിക്കാരുണ്ടല്ലോ, അവരൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി പറയുകയാണ്, ഇങ്ങനെ മനുഷ്യനെ ദ്രോഹിക്കല്ലേ. ഇന്നത്തെ കാലത്ത് ഒന്നാമത്തെ കാര്യം, രോഗങ്ങൾ കൊണ്ട് മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട് രോഗത്താൽ. ഒരുപാട് ക്യാൻസർ ആണെങ്കിൽ തീ പോലെ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു അസുഖമായിട്ട് മാറിയിട്ടുണ്ട് ക്യാൻസർ രോഗം. ഞാൻ പറയണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പം എന്തിനാണ് ഈ രോഗങ്ങൾ? ഒന്നാതെ രോഗം കൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ, കിടപ്പാടങ്ങൾ വരെ വിറ്റാണെന്ന് ഓരോ കുടുംബങ്ങൾ, ഓരോ വ്യക്തികളെ ചികിത്സിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ മാരക വിഷങ്ങളും കൂടെയൊക്കെ ഇതിനകത്ത് കുത്തിക്കയറ്റി നിങ്ങൾ ഈ ജനങ്ങൾ, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, ഒന്നും അല്ലെങ്കിലും പോട്ടെ, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഓരോ വീട്ടിലും ഉണ്ട്. അവരൊക്കെ എന്തുമാത്രം ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ വിഷങ്ങളല്ലേ എല്ലാവരും കൊടുക്കുന്നത് അല്ലേ? മീൻ വാങ്ങിച്ചാൽ അത് വിഷം, പച്ചക്കറി വാങ്ങിച്ചാൽ അത് വിഷം, എന്ത് വാങ്ങിച്ചാലും വിഷം. ദൈവത്തെ ഓർത്ത് ഈ കാണുന്ന ഞാൻ ആരുമല്ല, ഞാനൊരു ഒരു 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 സാധാരണപ്പെട്ട ഒരു വ്യക്തി. എനിക്കിത് പറയണമെന്ന് തോന്നിയുണ്ട്. എനിക്ക് ഒന്നാമത് എന്നെ പറ്റിക്കണം എനിക്കിഷ്ടമല്ലാത്ത കാര്യം. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം എനിക്ക് കഴിക്കാനാണ് വാങ്ങിക്കുന്നത്, അല്ലാതെ കൊണ്ട് കളയാനല്ല ഞാൻ വാങ്ങിക്കുന്നത്. വേസ്റ്റ് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് കടയെ കൊണ്ട് വെച്ചിട്ട് അത് നമ്മളേന്ന് പൈസ ഈടാക്കിയിട്ട് അത് നമ്മൾ വാങ്ങിച്ചിട്ട് പിന്നെ അത് വേസ്റ്റിൽ കൊണ്ട് കളയാം. വേസ്റ്റ് നമ്മൾ പൈസ കൊടുത്ത് വേസ്റ്റ് സാധനം വാങ്ങിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും, അത് നമ്മളത് വേസ്റ്റിൽ കൊണ്ട് കളയാണ്. അപ്പോൾ അത് നമുക്കുള്ള മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്തോ ഉണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. ദൈവത്തെ ഓർത്ത്. ഒന്നാതെ രോഗങ്ങളാൽ മനുഷ്യർ ഒരുപാട് കഷ്ടതകൾ, പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നു. വീണ്ടും ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ച് എല്ലാവരും രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാർ എല്ലാം വിഷമാണ് തിന്നുന്നത്. ശ്വസിക്കുന്ന വായു വരെ വിഷമാണ്, മലിനമാണ് നമ്മുടെ അന്തരീക്ഷം വരെ, അല്ലേ?
അപ്പം അതുകൊണ്ട് ഈ കാണുന്ന ആൾക്കാർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ബിസിനസ്സുകാരായാലും പിന്നെ വലിയ വലിയ ബിസിനസ് ചെയ്യണ ആരായാലും ദൈവത്തെ ഓർത്ത് നിങ്ങളങ്ങനെ ചെയ്യാതിരിക്കുക. പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ കഴിക്കണ ആഹാരമാണ്, വലിയവരെ നിങ്ങൾ വിട്ടേക്ക്. കൊച്ചു കുഞ്ഞുങ്ങൾ, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുത്ത് നമ്മൾ വളർത്തും? എന്ത് കൊടുത്ത് അവരെ നമ്മൾ വളർത്തും? ഈ വിഷമല്ലേ തിന്നുന്നത്? ഈ വിഷങ്ങളല്ലേ എൻ്റെ കുഞ്ഞുങ്ങൾ തിന്നുന്നത്? ഏത് കുഞ്ഞുങ്ങളോ ആയിക്കോട്ടെ, ഈ വിഷങ്ങളൊക്കെ അല്ലേ അവരും കഴിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലും ഉണ്ടല്ലോ ഈ ഈ കമ്പനിക്കാർ ഈ കമ്പനികളുള്ള വീടുകളിലും ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾ. നിങ്ങൾക്കൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ വേറെ സെപ്പറേറ്റ് വെക്കുമായിരിക്കും. വിൽക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ മാറ്റി വേറെ വെക്കുമായിരിക്കും അല്ലേ, വിഷം ചേർത്ത്. നിങ്ങളെയൊക്കെ കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങളൊക്കെ നല്ലത് നിന്ന് വളരട്ടെ. അല്ലാതെ മറ്റ് കിടക്കണ ഇത് അല്ലാതെ വാങ്ങിച്ച് കഴിക്കണ കുഞ്ഞുങ്ങളും ജനങ്ങളും ഒക്കെ ഈ വിഷമൊക്കെ തിന്നങ്ങ് ജീവിച്ച് മരിക്കട്ടെ. എല്ലാവരും ഒരുമിച്ച് അങ്ങ് മരിക്കും. നിങ്ങളൊക്കെ ജീവിച്ചിരുന്നു. ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങളും ഞങ്ങളെപ്പോലെയുള്ള ഒരു ഗതിക്ക് പരഗതി ഇല്ലാത്ത ഒരു രോഗങ്ങൾ വന്ന് അവിടെ എവിടെയും കിടന്ന് പുഴുത്തും നരകിച്ചും മരിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന നിങ്ങളൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ. എനിക്കിതേ പറയാനുള്ളൂ. ആരെയും ഇങ്ങനെയൊന്നും പറ്റിക്കരുത്. തിന്നാൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സാധനം അത് കഴിക്കാൻ പറ്റൂല. പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സാധനം കഴിക്കാൻ പറ്റൂല. ഇതൊക്കെ ആൾക്കാരൊക്കെ ഇതൊക്കെ പ്രതികരിച്ച് ഇതൊക്കെ നിർത്തേണ്ട സമയങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയി. ആർക്കും അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാനൊന്നും ആർക്കും പറ്റത്തില്ല. ആരും അതൊന്നും പ്രതികരിക്കത്തേ ഇല്ല. കഴിക്കണ ആഹാരത്തെക്കുറിച്ച് ആരും പ്രതികരിക്കത്തില്ല. എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു മീൻ വിഷമായെന്ന് പിടിച്ച് അങ്ങനെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഹോട്ടലിൽ ഭക്ഷണം പഴകിയ അങ്ങനെ പിടിക്കും. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അതങ്ങ് വിടും. പിന്നെ അതുപോലെ ഒരു പ്രശ്നം വരുമ്പോൾ വീണ്ടും വരും. ഇതൊന്നും പറയാനും പിടിക്കാനും ഒന്നും ആരും ഇല്ല ഇവിടെ. പിന്നെ നമ്മളിപ്പോൾ എനിക്ക് എൻ്റെ പൊട്ട ബുദ്ധിയിൽ തോന്നിയത് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും കേൾക്കുക, കാണുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ് കൂടെ ചെയ്തേക്കുക, ഒന്ന് ലൈക്കും ചെയ്തേക്കുക. ലൈക്കും സബ്ബും ഒക്കെ കുറവാണ്. എങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.